ഇനിയതാ വലിയ പോത്തുകൾ 90 റുപ്യ കൊടുക്കുക. 90 റുപ്യ. വേറുള്ളവർക്ക് ചോദിച്ചാണെങ്കിൽ 1.10 ചോദിക്കും. അതൊന്നുമില്ല. 90 റുപ്യൊക്കെ കൊടുക്കുക. പിന്നെ ഇനി മര്യാദ വേണം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിയാണെങ്കിലും കൊടുക്കുക. ലേസം എന്തെങ്കിലും. നമ്മൾ വില ചോദിക്കുന്നത് 90 ഒരു കച്ചറിയില്ല പോത്തുകൾ, നല്ല നാടൻ പോത്തുകൾ. ഒരു മുറിയോ പൊളിയോ വേറുള്ളതാ ചെവി വെട്ട കണ്ണുകേട ഒന്നുമില്ല, ഒരു കേടുമില്ല. ഇതും അതേ വില തന്നെ ചോദിക്കണത്. മര്യാദ വേണം കൊടുക്കാം. വാ, ആരാടവനെ വാ. ഇതൊക്കെ 62 റുപ്യ ചോദിക്കണത്. ഇതൊക്കെ അതിൻ്റെ തുണ അതും ചോദിക്കണ 60 റുപ്യാണ്. നല്ല നാടൻ പോത്തുകൾ. ഇത് കണ്ടില്ലേ എന്താ പച്ചുള്ള പോത്തുകൾ. അവിടെ ഇത് രണ്ടും കൂടി നമുക്ക് വേണം 1.20 കിട്ടിയാൽ കൊടുക്കാം. 75,000 കിട്ടിയാൽ കൊടുക്കാം. 75,000 കിട്ടിയാൽ കൊടുക്കാം. നല്ല പോത്താണ്. അത് രണ്ടും 85 കിട്ടിയാൽ കൊടുക്കാം. ഇത് രണ്ടും കൂടി 85 നമ്മളെ കൈക്ക് കിട്ടിയാൽ കൊടുക്കാം. എന്താ പോത്തോള്, ഇതൊന്നും വെറുതെ പറയല്ല. അതിൽ ആ പോത്ത് കൊടുത്ത പോത്താണ് കേട്ടോ. ഇതിലെ വലിയ പോത്തും കുട്ടി കഴിഞ്ഞുള്ള ആ പോത്തും കുട്ടി കൊടുത്ത പോത്തും കുട്ടി. ഇതല്ല, അത് ആ മൂക്കുത്താത്ത പോത്തും കുട്ടി കൊടുത്ത പോത്തും കുട്ടി. ഇതാണ് ഇനി കൊടുക്കാനുള്ള പോത്തും കുട്ടി. ഇതിൽ ഇനി കൊടുക്കാനുള്ള പോത്തും കുട്ടി ഇതാണ്. ഇത് കൊടുത്ത പോത്തും കുട്ടിയാണ്. ഇത് ഇനി കൊടുക്കാനുള്ള പോത്തും കുട്ടി. അതാണ് കൊടുക്കാനുള്ള പോത്തും കുട്ടി. ഇത് 40,000 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. നോക്കി, ഇതൊക്കെ ഒരേ റേറ്റാണ്. ഇത് 40 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. ഇവിടെ 2, അവിടെ 2 കെട്ടിയിട്ടിരിക്കുന്നത്. അതാ കെട്ടിയിട്ട് അതാക്കുന്നത്. അവിടെ കാട്ടുമൂത്തിയിൽ പോത്തുണ്ട്, 5-6 പിന്നെ തൊയ്ത്തിലാക്കണ 3-4 തൊയ്ത്തിലുള്ളത് ഒരു 40,000 കിട്ടിയാൽ കൊടുക്കാം. ആക്കണ തൊയ്ത്തിലാക്കുന്നത് ഒരു 40,000 മേന കിട്ടിയാൽ കൊടുക്കാം. അതിന് മര്യാദ വേണം. എന്തെങ്കിലും കുറച്ചാലും കൊടുക്കും. ഇപ്പോഴത്തെ അവസ്ഥ കച്ചവടത്തിന് നല്ല വിലയാണ്. 100 റുപ്യൊക്കെ മാർക്കറ്റ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് ജീവനത്തോടുക്കെ. അത് പിന്നെ 150 കിലോ കണ്ടത് 1.25 ഉണ്ടായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അങ്ങനെ തന്നെ. ചന്തയിലെ ഡിമാൻഡൊക്കെ ഉണ്ട് പോത്തൊക്കെ, നല്ല ഡിമാൻഡാണ്. ഇത് ഇന്നലെ വാണിയംകുളം ചന്തയിൽ നിന്ന് കൊടുന്നതാണ്. ഞാൻ നാളെ കൊയൽമന്നം ചന്തയിൽ പോവും. 10 കിട്ടിയാൽ വാങ്ങണച്ചിട്ട് കിട്ടിയാൽ വാങ്ങും. ഇല്ലെങ്കിൽ ഇതേറ്റ് കൂടാ. അല്ല അപ്പം എന്താ ചെയ്യുക? ഭയങ്കര റേറ്റാണ്. റേറ്റ് ചില്ലറ റേറ്റൊന്നുമല്ല, നല്ല റേറ്റാണ്. പിന്നെ അത് പെരുന്നാളെല്ലാം വെച്ചിട്ട് 10 വാങ്ങുള്ളൂ. ഞാൻ വാണിയംകുളം പോലുണ്ട്, കൊയൽമന്നം പോലുണ്ട്, ചട്ടിപ്പറമ്പ് പോലുണ്ട്, പറമ്പിൽ പീടിയ ചേളാരി എന്ന് പറഞ്ഞ പറമ്പിൽ പീടിയ പോലുണ്ട്. പിന്നെ മഞ്ചേരി ചിലപ്പോൾ വാങ്ങാൻ വേണ്ടി പോവും. ചിലപ്പോൾ ഇപ്പോൾ ഫാം വെക്കണതെല്ലാം കരിങ്കല്ലത്താണി, പുത്തിരിക്കൽ കരിങ്കല്ലത്താണി, പാലത്തിങ്ങലിന് അടുത്ത സ്റ്റോപ്പ് കരിങ്കല്ലത്താണി. പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് കരിങ്കല്ലത്താണിയിൽ പല്ലവി തിയേറ്ററിൻ്റെ സൈഡിൽ, പല്ലവി തിയേറ്ററിൻ്റെ സൈഡിൽ ഈ റൗണ്ടിലാണ്, മരമില്ലിൻ്റെ മുന്നിൽ. ഇന്ന് നമ്മളെ ആള് അസ്കർ അലി സാഹിബാണ്. പെരുന്നാൾ വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് അവന് വിദേശത്തേക്ക് പോകാൻ നിൽക്കണ്. ഇന്നലെ വന്നാണൊക്കെ മീഡിയം സൈസ് പോത്തള. ഒക്കെ മീഡിയം സൈസ് പോത്ത. ഇത് ഇന്നലെ കൊടുത്തതിന് ഇതിപ്പോൾ കൊടുക്കുമെന്ന് വിചാരിക്കുന്നത്. അത് കുറച്ച് വയ്ക്കും. പിന്നെ തൊത്തിലുണ്ട് 3 തൊത്തല് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തു. അതും കൊടുക്കാമല്ലോ. മൊത്തം 16 പോത്തുണ്ട്. പിന്നെ ഇന്നലെ വന്നപ്പോൾ 2 പോത്ത് കൊടുത്തിന്. വലിയ പോത്ത് ചെറുതാ, മീഡിയം പോത്ത്. പെരുന്നാൾക്ക് അതാ പോകും. വലിയ പെരുമ്പോത്ത് പോവില്ല. അതങ്ങനെ ഇറക്കിയ 60 പേർക്കല്ലല്ലോ, 70 പേർക്കല്ലേ.
പെരുന്നാൾക്ക് വലിയ പോത്ത് വല്ലാതെ പോയി കിട്ടാൻ വലിയ പ്രശ്നം. അപ്പോൾ ചെറിയ മീഡിയം പോത്ത് 1.25, 1.5, 1.25 ഉള്ളതൊക്കെ പോകും. പിന്നെ സെയിൽ ബാക്കൊക്കെ പോത്തിന് കഴിച്ചു അത് അപ്പോൾ അയാൾ കൊണ്ടുപോകുന്നുണ്ട്. അയാൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എൻ്റെ പേര് അസ്കർ അലിയാണ്. ഞാൻ സെയിൽ ബാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ സെയിൽ ബാക്ക് കൂട്ടി കൊടുക്കുന്നത് അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെരുന്നാൾ ഞാൻ പോകും. പെരുന്നാളിന് മുന്നല്ല, പെരുന്നാൾ കഴിഞ്ഞാൽ പോകും. ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സെയിൽ ബാക്ക് വിളിച്ചുകൂടെ കൊടുക്കുന്നത്. ആ വീടിനെ പൂത്ത് വെക്കുമ്പോൾ വണ്ടി വരും കൊടുക്കുന്നത് വാങ്ങാൻ തന്നെ അങ്ങനെ കൊടുക്കുന്നത്. ആ 2 പൂത്തൊക്കെ കൊടുക്കാൻ പോകുന്നു. ഞാനൊന്നിന് വാങ്ങണേ ഇരിക്കുന്നുണ്ട്, അതൊക്കെ വാങ്ങണേ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ വാങ്ങണേ ഇരിക്കണം ആ പൂത്തുണ്ട്. അപ്പോൾ വില അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പാത്തിട്ടേ കൊണ്ടുവരണം.